നമസ്കാരം. ഞാൻ രാജശേഖർ, PNR ക്ലാസ്സസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗുഡ് ഇംഗ്ലീഷ് ഫോർ ബെറ്റർ ലിവിങ് എന്ന ഒരു വിഷയത്തിൽ അത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതിനൊരു തുടർച്ചയുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വരുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ, വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചു അതിൻ്റെ തുടർച്ച എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ കരുതി. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റൈൽ ഇംഗ്ലീഷ്, ഹൗ ടു സ്പീക്ക് സ്റ്റൈൽ ഇംഗ്ലീഷ്, ഹൗ ടു ഇംപ്രൂവ് ബെറ്റർ സ്റ്റൈൽ ഓഫ് അവർ ടോക്കിംഗ്, വേ ഓഫ് ടോക്കിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എവറി ഡേ, എവറി മൊമെൻറ്റ്, style of presentation, the style of English is changing very, very fast. That's why I decided to give the second part or the second edition the very next day this way. Because you can see this, life is a soap opera, O-P-E-R-A, opera, opera, that's like opera. നാടകം, നൃത്തസംഗീത നാടകം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഓപ്പറ എപ്പോഴും ചില രാജ്യങ്ങളിൽ ഓപ്പറ ഹൗസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ റഷ്യ, അതുപോലെ രാജ്യങ്ങളിലൊക്കെ ഓപ്പറ ഹൗസസ് സ്റ്റിൽ ദേ. ലൈഫ് ഈസ് എ സോപ്പ് ഓപ്പറ. ലൈഫ് ഈസ് എ സോപ്പ് ഓപ്പറ. സോപ്പ് ഓപ്പറ മീൻസ് unexpectable things may happen at any time. This is the meaning of that phrase, soap opera. Soap opera. Soap opera means unexpected thing or unexpectable thing may be, anything may be happening at any time. Life is a soap opera. That's why I decided to continue, because then our actions, if you have got a decision, if it feels good for us and for the society, if it feels good for our wellness or well-being and for the society, if it pays something to society, that decision should be put into action as far as possible, fast as possible, soon, that is, because life is a soap opera. അപ്പോൾ അത് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം നോക്കാറുണ്ട് അല്ലേ? എപ്പോഴും സമയം നോക്കാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. എപ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് സമയം നോക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ഞാനിപ്പോൾ ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു പ്രസംഗം, ഒരു മെത്രാൻ ലെവലിലുള്ള ഒരു ഫാദറിൻ്റെ ഒരു പ്രസംഗം യാദൃശ്ചികമായി കേൾക്കാനുണ്ടായ ഒരു സംഭവം. അദ്ദേഹം ഓരോ ഉദാഹരണങ്ങളിങ്ങനെ നിരത്തിയാണല്ലോ അവരുടെ പ്രസംഗം. അതിൽ ഒരു ഭക്തൻ വളരെ ദീനനായ, മീൻസ് ഒരുപാട് പ്രശ്നങ്ങളുള്ള, ജീവിത പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഭക്തൻ, ജീവിതം ഏതാണ്ട് മടുത്ത് ഒരവസ്ഥയിൽ ഈ പിതാവിനോട് വന്നൊരു സംശയം ചോദിക്കുക. പിതാവേ, അങ്ങ് എൻ്റെ മോചനത്തിൻ്റെ വഴി ഒന്ന് പറഞ്ഞു തരാമോ? എനിക്കിങ്ങനെ വിടുതൽ കിട്ടും. അപ്പോൾ മനസ്സിന് ആഗ്രഹം നമുക്ക് സ്പഷ്ടമാണ്. എങ്ങനെ ഈ ലോകത്തു നിന്ന് എങ്ങനെ പോകേണ്ട, ഇവിടെ എങ്ങനെ രക്ഷപ്പെടും, ഞാൻ സ്വയം കൊടുക്കാൻ ഉള്ളൊരു മനസ്സില്ല. അങ്ങനെ എനിക്കൊരു വഴി പറഞ്ഞു, എൻ്റെ വിടുതലിൻ്റെ മാർഗം ഒന്ന് പറഞ്ഞു തരാമോ? ഇതാണ് ചോദ്യം. പിതാവിൻ്റെ ശിരസിൽ കൈവച്ചിട്ടുണ്ട്. മകനെ, നീ എന്തിനാ വിഷമിക്കുന്നേ? അതിനൊരു ഉത്തമ ഒരു വഴിയുണ്ട്. ആ ഉത്തമമായ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അതിതാണ്, നീ നിൻ്റെ ജീവിതത്തിൽ, അതായത് ചെയ്യുന്ന ഒരു സൽക്കർമ്മം, എപ്പോൾ ചെയ്യുന്ന, നിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മം നിന്നെ
മോചിതനാക്കും, നിനക്ക് വിടുതൽ ലഭിക്കും. ഈ കെട്ടുപാടിലെല്ലാം നിനക്ക് മോചിതനാകും, വിടുതൽ ലഭിക്കും. അത് ഹിന്ദു മിഥോളജി പറയുമ്പോൾ മോക്ഷം കിട്ടുക എന്ന് പറയാം. മേഘലോകത്തിലെ കെട്ടുപാടുകളിൽ നിന്ന് വിട്ട് മോചിതനായി പോകുന്നൊരവസ്ഥയാണ്. അതിൻ്റെ തലങ്ങൾ ഒരുപാട് വേറെ തലങ്ങളാണ്. അത് നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാനും വിശദീകരിക്കാനും നമ്മളാളല്ല. എന്താണ് പ്രശ്നം? നിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള നിമിഷത്തിൽ നീ ചെയ്യുന്ന ഒരു സൽക്കർമ്മം നിന്നെ മോചിപ്പിക്കും, നിനക്ക് വിടുതൽ ലഭിക്കും എന്നാണ് പിതാവ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഭക്തന് സംശയമില്ല. അതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റുന്നത്? മരണത്തിൽ തൊട്ട് സൽക്കർമ്മം ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോൾ മരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ലേ പറ്റൂ. എപ്പോൾ മരിക്കുമെന്ന് അറിഞ്ഞെങ്കിലേ അതിന് മുമ്പ് സൽക്കർമ്മം ചെയ്യാൻ പറ്റൂ. എപ്പോൾ മരിക്കുമെന്ന് അറിയാതെ എങ്ങനെയാണ് സൽക്കർമ്മം ചെയ്യുക? അതിന് മുമ്പ് സൽക്കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതാ പറയണ്ട വിധി, അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എപ്പോൾ മരിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, എനിക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ നിമിഷവും ആലോചിച്ചോണം, എപ്പോഴും മരിക്കും, ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞതിനർത്ഥം. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. കാരണം ഏത് നിമിഷവും കടന്നു പോകാം. ഇവിടെ കടന്നു പോകേണ്ടി വന്നാൽ അന്നേരം പിന്നെ ഈ സൽക്കർമ്മം ചെയ്യാൻ സമയം കിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലായ്പ്പോഴും സൽക്കർമ്മം ചെയ്യുക. ലൈഫ് ഈസ് എ സോപ്പ് ഓപ്പറ. ലൈഫ് ഈസ് എ സോപ്പ് ഓപ്പറ മീൻസ് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് മേ ഹാപ്പൻ അറ്റ് എനി ടൈം. അതുകൊണ്ടാണ് ഈ തുടർച്ച നീട്ടിവെക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ആ തുടർച്ച ഇപ്പോൾ തന്നെ ഉണ്ടായിക്കോട്ടെ. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് ഫ്രേസസോടെ ഞാൻ ഇപ്പോൾ തരും. എന്നിട്ട് അതിലൊരു നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ പിന്നെ സംശയമില്ല. ഒരു യൂട്യൂബ് ചാനലല്ലേ, ഞാനിങ്ങനെ ഡിസ്കഷൻ നമ്മളെങ്ങനെ തുടരും അല്ലെങ്കിൽ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റി കൺഫ്യൂഷൻ വന്നാൽ അതിൻ്റെ വഴികൾ ഞാൻ താഴെ പറയും. അപ്പോൾ ഇത് കുറച്ച് കേൾക്കുക. ലൈഫ് ഈസ് എ സോപ്പ് ഓപ്പറ. ഇനി നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ചിലതൊക്കെ നല്ലതാണ്, നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പലപ്പോഴും ഫലത്തിൽ അങ്ങനെ അല്ലാതെയൊക്കെ വരാം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അതിനെപ്പറ്റി അത് വിട്ടേക്കുക. ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തതെല്ലാം നമുക്ക് പ്രതിസന്ധികളായി വരും. അങ്ങനെ പ്രതിസന്ധികളായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളിരുന്ന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴും നമ്മൾ വി ഷുഡ് സ്റ്റേ കമ്മിറ്റഡ്. വി ഷുഡ് സ്റ്റേ കമ്മിറ്റഡ്. എന്താ കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും മുഴുകിയിരിക്കുക. ഉത്തരവാദം, അതാണ് കമ്മിറ്റ് ചെയ്യുക. കമ്മിറ്റഡ്. ഐ എം കമ്മിറ്റഡ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കണം. അതിൻ്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഐ എം കമ്മിറ്റഡ് പെർഫോമൻസ്. സ്റ്റേ കമ്മിറ്റഡ്. അടുത്ത ഫ്രേസാണ് സ്റ്റേ കമ്മിറ്റഡ് ഈവൻ ഇൻ ഹാർഡ് പ്രസ്ഡ് ടൈം. ഹാർഡ് HARD പ്രസ്ഡ് PRESSED പ്രസ്ഡ് ടൈംസ്. ടൈംസ് TIMES. സ്റ്റേ കമ്മിറ്റഡ് ഈവൻ ഇൻ ഹാർഡ് പ്രസ്ഡ് ടൈംസ്. അതിന് ഒരു വാലും കൂടിയുണ്ട്. തിങ്സ് മേ ചേഞ്ച്. സ്റ്റേ കമ്മിറ്റഡ് even in hard-pressed times, things may change. Things may change. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മിറ്റഡായി അവിടെ നിൽക്കണം. അതിൽ നിൽക്കണം. ഒളിച്ചോടിയാൽ തീർന്നു. ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ അത് ഓടിയാൽ പോയി. നമ്മളവിടെ നിൽക്കണം. എന്ത് ചെയ്യണം? കമ്മിറ്റഡ്. സ്റ്റേ there to face all the problems. Then things may change. കാര്യങ്ങൾ മാറി മറിയും, നമുക്ക് അനുകൂലമായി വരും. അപ്പോൾ നമ്മളെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്തിനും അതിനെ നേരിടാൻ സ്റ്റേ കമ്മിറ്റഡ് ഈവൻ ഹാർഡ് പ്രശ്നം നമുക്ക് വിഷമം ഉണ്ടാകുന്ന ഏറ്റവും ദുഃഖപൂർണമായ അവസ്ഥകളിലും യു ഷുഡ് സ്റ്റേ കമ്മിറ്റഡ്. കാരണം നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ സ്വത്വത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. There is a quality that is resilience. Silence, that is resilience.
resilience. That means the act of springing back. സ്പ്രിങ്ങിങ് ബാക്ക് എന്ന് പറയുന്നത് സ്പ്രിങ്ങിനെ നമ്മൾ പ്രസ് ചെയ്തങ്ങ് വെച്ചേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തങ്ങ് വെച്ചിരിക്കുക, അമർത്തി ഇങ്ങനെ വെച്ചിരിക്കുക. എത്ര നേരം വേണമെങ്കിൽ അമർത്തി വെച്ചിരുന്നാൽ അതുപോലെ ഇരിക്കും. പക്ഷെ വിടുമ്പോൾ എന്താണ് സ്ഥിതി? ഒരു കുതിച്ച് പാഞ്ഞിട്ട് അവൻ്റെ പഴയ സ്ഥിതിയിലേക്ക് പോകും. അതാണ് സ്പ്രിങ്ങിങ് ബാക്ക്. പഴയ സ്ഥിതിയിലേക്ക് പോകും. നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താണ് റിസൈലൻസ്? ഇറ്റ് ഈസ് റിസൈലൻറ്റ്. അവർ മൈൻഡ് ഈസ് റിസൈലൻറ്റ്. എന്താണ്? ഗോട്ട് എ റിക്കപ്പറേറ്റീവ് പവർ എന്നും പറയും. റിക്കപ്പറേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദുഃഖാവസ്ഥയിൽ ചെന്നപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്രമേണ തിരിച്ച് പഴയ രൂപത്തിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൊരു ഒരു അവസ്ഥ, അതിനുള്ളൊരു കഴിവ് നമ്മുടെ മനസ്സിന് ഉണ്ട്. എന്ന് കരുതി നമ്മളെന്ത് ചെയ്യണം? ആ മനസ്സിന് കഴിവ് തിരിച്ചു വരാനുള്ള സമയം നമ്മൾ കൊടുത്തില്ലെങ്കിൽ കഴിയും ആ ഒരവസ്ഥയിലേക്ക് ഒരു ഹാർഡ് പ്രസന്റ് ടൈമിൽ ചെന്ന് പെട്ടു. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും? മൈൻഡ് എന്ത് ചെയ്യും? ടു റിക്കപ്പറേറ്റ്. അത് തിരിച്ചു വരും. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ക്വാളിറ്റി. റീസൈലൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കം ടു ദി ബാക്ക് പൊസിഷൻ, the previous condition. It would take some time. അത് പലരിലും പല രീതിയിലായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് വരാൻ കഴിയും, ചിലർ മൈൻഡുകൾക്ക്. If you are not giving that time, you are not allowing the mind to come back, it will be hazardous. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നത് അറിയോ? ഒരു സഡൻ റെമഡി കണ്ടുപിടിക്കുക. എന്താണ്? എന്നാലും എല്ലാം ഇവിടെ അങ്ങ് തീർത്തേക്കാം. They may find a solution, a permanent solution for ഒരു താൽക്കാലികമായ പ്രശ്നത്തിൽ നമ്മൾ പറയുന്നത് ടെമ്പററി. They will find a permanent solution for a temporary problem. താൽക്കാലികമായ വിഷയത്തിൽ, ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടുപിടിക്കുക. എന്താണ്? They may commit സൂയിസൈഡ്. അങ്ങനെ സൂയിസൈഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഒരു പ്രശ്നത്തിൽ ചിന്തയാടി രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ഹാർഡ് പ്രസ് ടൈം ആണെന്ന്, ആ ഹാർഡ് പ്രസ് ടൈമിൽ നിന്നും റിക്കപ്പറേറ്റ് ചെയ്യാൻ, തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് വരാൻ. റിസൈലൻസ് എന്ന് പറയുന്ന ആ ക്വാളിറ്റി ഉപയോഗിച്ച് തിരിച്ചു വരാൻ മൈൻഡിന് സമയം കൊടുക്കണം. ചിലപ്പോൾ ആ മൈൻഡിനെ സഹായിക്കാൻ പുറത്തുനിന്നൊരാളുടെ ഒരു കൺസോലേഷൻ, അല്ലേ, ഒരു സാന്ത്വനം, ഒന്നൊരു തലോടൽ, സാരമില്ല, ഈ സമയം കടന്നു പോകും, തിരിച്ചു വരാം എന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്താൽ ഇത് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യും. ഒന്നും വേണ്ട, ആരും വേണ്ട. അതെ, ഇത് മൈൻഡ് ടു റിക്കപ്പറേറ്റ്, taking its own time. If you are allowing that much time, the mind will come to the back position and everything will be okay. That's it. There is resilience or recuperative power. അപ്പോൾ ഈ സോപ്പ് ഒപ്പര എന്ന് പറയുന്ന ഒരു സംഗതി ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ ആകാവുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിലാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഫ്രേസസ് ഇങ്ങനെ പറഞ്ഞു, ഫ്രേസസ് ഇഡിയംസ് അങ്ങനെ പറഞ്ഞു, കുറച്ച് 2-3. ഇപ്പോൾ നമ്മളൊന്നും കൂടി ഇപ്പോൾ ചർച്ച ചെയ്തു. അപ്പം ഇനി ഇതിൻ്റെ തുടർച്ച വേണ്ടി. അപ്പം ഇതിൻ്റെ തുടർച്ച എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തുടർച്ചയ്ക്കേ നേരം ഉണ്ടാവുള്ളൂ. കാരണം ഇതെങ്ങനെ കിടക്കണം? ഇത് വാസ്റ്റ് ഓഷൻ എന്താ പറഞ്ഞില്ലേ? ഇറ്റ്സ് എ വാസ്റ്റ് ഓഷൻ ഓഫ് ഐഡിയാസ്. ഇംഗ്ലീഷിലെ എല്ലാ ലാംഗ്വേജും ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. കാരണം it has got a universal acceptance, and so there is a vast ocean of ideas. Then it will take more and more time for the explanation. ഇതുപോലെ എക്സ്പ്ലനേഷൻ കൂടുതൽ എത്ര മണിക്കൂറുകൾ, എത്ര എപ്പിസോഡുകൾ കഴിഞ്ഞാലും തീരില്ല. അതാണ് എൻ്റെ പ്രത്യേകത. സോ we are finding a solution for the same. ഇങ്ങനെയുള്ള ക്ലോസസ് അല്ലെങ്കിൽ ഫ്രേസസ്, ഇഡിയംസ് കിട്ടുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഷെയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് ഷെയർ ചെയ്ത് നല്ല ഭംഗിയാക്കി, നല്ല തേച്ചിമിനിക്ക് നല്ല
പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഇനി നിങ്ങളുടെ ജോലി എന്താ? യു ഹാവ് ടു ഫൈൻഡ് മോർ ആൻഡ് മോർ phrases, usages, and how to find it using reading a newspaper or any other periodicals from textbooks, and maybe get it from your friends on discussion. Any source you can get it. Whenever you get a new usage, a phrase or idiom or anything like that, you just first thing is that you should put it in black and white. Put it in black and white. Put something in black and white means have it written, get it written. എഴുതി വയ്ക്കുക. നമ്മുടെ കയ്യിൽ ചെറിയ നോട്ട് ബുക്ക് അതിനായി കരുതുക. പഠന പ്രക്രിയ നിങ്ങൾ ഏത് റാങ്കിലുള്ളവരാകട്ടെ, വിദ്യാർത്ഥിയാകട്ടെ, അധ്യാപകനാകട്ടെ, വീട്ടമ്മയാകട്ടെ, സ്പോർട്സ്മാൻ ആകട്ടെ, ഏനി വോക്ക് ഓഫ് ലൈഫ് ഏത് മേഖലയിലുള്ള ആളായാലും ഇത് ബ്രഷപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് അപ്ഡേഷനുള്ള പ്രധാനമാണ് അത് ചെയ്യുന്നതിനുള്ള ഒരു ടെക്നിക്ക് ഇതാണ്. ഒരു ചെറിയ നോട്ട്ബുക്ക് എപ്പോഴും നമ്മുടെ ഉണ്ടായിരിക്കുക. ഒരു പോക്കറ്റ് ഡയറി പോലും അതിന് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് പോക്കറ്റ് ഡയറി ഏതെങ്കിലും നമ്മുടെ ഉണ്ടായിരിക്കുക. നമുക്ക് എപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നു, whenever you get a new information, new informative ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എന്ത് ചെയ്യണം? യു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പുട്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇസ് ആൾസോ എ ഫ്രേസ്. പുട്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് എഴുതി വയ്ക്കുക. എഴുതി വെച്ച് മടക്കി വെച്ചു അതുകൊണ്ട് പോയാൽ പറയാം. അപ്പോൾ എന്ത് ചെയ്യും? whenever you get free time, you just go through these lines, then just think it over. അപ്പോൾ നമ്മൾ ആലോചിക്കും. എന്നിട്ട് ചിലതൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ തന്നെ കിട്ടും. ഏത് പീരിയോഡിക്കൽസ് എന്നോ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ നിന്നൊക്കെ വായിച്ച ഒരു സംഭവം ആ വായനയിൽ നിന്ന് ആ സമയത്തിൻ്റെ സാന്ദർഭികമായ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം നമുക്ക് ഏകദേശം കിട്ടും. അതിൽ ഒതുക്കരുത്. അതിന് ചില മേ ഹാവ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മീനിങ്. അപ്പം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ചെയ്യുക, ഇത് ഡിസ്കസ് ചെയ്യുക. അതിന് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അതിനുള്ള വഴികൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അത് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പ്രതിവിധികൾ എൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത്. പ്രതിവിധി ഇല്ലാതെ നമ്മളൊരു കാര്യമായിട്ട് മുമ്പോട്ട് പോകില്ലല്ലോ. സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് വേറെ ഒരു നല്ലൊരു പ്രയോഗം എനിക്ക് കിട്ടി. അതായത് ഈ കഴിഞ്ഞ വേനൽ ഇച്ചിരി കടുത്ത വേനലായിരുന്നു. ഭയങ്കര വേനൽ, ചൂട് കാരണം മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യ. സൺബേൺ മറ്റേ പ്രശ്നങ്ങളുണ്ടാകും. അകത്ത് കിടക്കാൻ പറ്റില്ല. അകത്ത് ഫാനില്ലാതെ പറ്റില്ല. ഫാൻ നിരന്തരം കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇട്ടടി വരുന്നു. KCBയുടെ വക ബില്ലായിട്ട്. അപ്പോൾ ആകെ മനുഷ്യൻ തളർന്നു. ആ സമയത്ത് പത്രത്തിൽ കണ്ടിട്ട്, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കണ്ടിട്ട്, ഹിന്ദു ആണ്, ഇതാണ് ഹെഡ്ലൈൻ. ഇതാണ് മെർക്കുറി സോഴ്സ് ഇൻ കേരള. മെർക്കുറി യു നോ വാട്ട് ഈസ് മെർക്കുറി? രസം. മെർക്കുറി സോഴ്സ് SOARS സോഴ്സ് ഇൻ കേരള. ഇതാണ് ഇത്രയുള്ള വാർത്തയുടെ ഹെഡ്ലൈൻ. മെർക്കുറി സോഴ്സ് ഇൻ കേരള. SOARS സോഴ്സ് ഇൻ കേരള. അപ്പോൾ ഇത് വായിക്കും. ഇതിനെപ്പറ്റി അറിയില്ല. മെർക്കുറി എന്തോ നമ്മൾ കേട്ടിട്ടറിയാം. കേരളം കേട്ടി സോഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അറിഞ്ഞുകൂടാൻ കഴിഞ്ഞില്ലേ? താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഹെഡ്ലൈൻസിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ പിടിച്ചവിടെ നിർത്തുന്ന സാധനം. ചില ഹെഡ്ലൈൻസ് വായിക്കുമ്പോൾ താഴോട്ടുള്ളത് വായിച്ചില്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മളെപ്പോഴും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്നത് വൈകുന്നേരം എപ്പോഴും. രാവിലെ എല്ലാം വായിച്ചു തീർക്കാൻ സമയമില്ല. പല തിരക്കിലായിരിക്കും നമ്മൾ. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു പത്രം ഇങ്ങനെ ഒരാളായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂസ് ചാനലിൽ ഇങ്ങനെ പത്രം തൂക്കിയിട്ടേക്കുന്നത് കണ്ടപ്പോഴായിരിക്കും ഇത് കണ്ടത് നമ്മൾ. അപ്പോൾ നമുക്ക് ഏകദേശമായിട്ട് മെർക്കുറി സോഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിച്ച് ഉയരുക എന്നർത്ഥം. മെർക്കുറി കുതിച്ചുയരുന്നു. മെർക്കുറി എവിടെ അവരുടെ മെർക്കുറിയാണ്? തെർമോമീറ്ററിൽ വെച്ചിരിക്കുന്ന മെർക്കുറിയാണ് കുതിച്ചുയരുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? തെർമോമീറ്ററിൽ മെർക്കുറി ഉണ്ടല്ലോ, നമുക്കറിയാം. തെർമോമീറ്ററിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡോക്ടറെ ചെല്ലുമ്പോൾ നമ്മുടെ നാവിനടിയും കഷത്തിലൊക്കെ കൊണ്ട് വെച്ച് മെർക്കുറി നമുക്കറിയാമല്ലോ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അതൊന്നും വേണ്ട, പുതിയ സംവിധാനങ്ങൾക്ക്. മെർക്കുറി സോഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
മെർക്കുറി കുതിച്ചുയരുന്നു, തെർമോമീറ്ററിലെ മെർക്കുറി കുതിച്ചു മേലിൽ വരുന്നു. അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് സോറിങ്, കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ അർത്ഥം കേരളത്തിൽ ചൂട് കൂടുന്നു എന്നതിൻ്റെ അർത്ഥം. ഇത് രസകരമായ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മളത് റെഫർ ചെയ്ത് ചർച്ച ചെയ്ത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്ന ചില പ്രായമായിട്ട് ഉണ്ടായിരിക്കും. അതിനൊരു പ്രതിവിധി എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുണ്ടൊരു ഗ്രൂപ്പ്, അതായത് ഇതേപോലെ താല്പര്യമുള്ളവരുടെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് ഇറ്റ്സ് എ വാട്സപ്പ് ഗ്രൂപ്പ്. ഇറ്റ്സ് നെയിം ഈസ് വി ലവ് ഇംഗ്ലീഷ്. ഇറ്റ്സ് നോട്ട് ഇറ്റ്, വി ലവ് ഇംഗ്ലീഷ്. വി ലവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അത് ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എനിക്ക് തന്നാൽ, എനിക്ക് തരാൻ മീൻസ് ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സപ്പ് നമ്പറും പിന്നെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിലെങ്കിലും വാട്സപ്പ് നമ്പർ തന്നാൽ ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രം ദി വെരി നെക്സ്റ്റ് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി എന്തെങ്കിലും സമയം പറഞ്ഞ കാര്യം, ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ സംശയമുണ്ട്, അല്ലെങ്കിൽ പുതിയ എനിക്ക് ഇങ്ങനൊരു പിന്നെ ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്രേസ് കിട്ടിയിട്ടുണ്ട്, അതിന് യൂസിനെ പറ്റി സംശയമുണ്ട്, കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് പുട്ട് എ വോയിസ് മെസ്സേജ്. അപ്പോൾ ഉടനെ ഞാൻ എക്സ്പ്ലെയിൻ കിട്ടുന്നില്ല. പിന്നെ പറയും ഗെറ്റ് ഫ്രീ, ഐ എം ഫ്രീ. Or my friends, there are some 3 or 5 persons who are interested in helping beginners. എന്നുള്ളവരുണ്ട്. അവരാരെങ്കിലും ഇത് കൃത്യമായ മറുപടി വിശദീകരണം വിത്ത് എക്സാമ്പിൾസ് തന്നുകൊണ്ടേയിരിക്കും. അറ്റ് എനി ടൈം ദിസ് സർവീസ് വിൽ ബി ഓപ്പൺ 24/7. ആരെങ്കിലുമൊക്കെ ആ സമയത്ത് എപ്പോഴെങ്കിലും. അപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഉള്ള ചാറ്റാകുമ്പോൾ പ്രശ്നമില്ല. എനി ടൈം യു ക്യാൻ പുട്ട് എ വോയിസ് മെസ്സേജ് and you will be getting the reply or explanation within a few hours. It won't take more time. There is a program. അങ്ങനെ ഒരു പ്രോഗ്രാം കൂടി ഇതിനകത്തുണ്ട്. അത് ആ നമ്പർ ആ ഫേസ്ബുക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും പറഞ്ഞു. മൈ ഇമെയിൽ അഡ്രസ് ഈസ് kingshekhar1964@gmail.com. Once more, kingshekhar1964@gmail. My WhatsApp number is 9961810080. 9961810080. Okay, wish you all wonderful, happy and wonderful days ahead. Thank you.